യു കെയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവർക്കും ഇനി അതല്ല യു കെയിൽ നിന്ന് പെർമനൻ്റായിട്ട് ലീവ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനാണ്. നിങ്ങൾ യു കെയിലുണ്ടായിരുന്ന സമയത്ത് പെർമനൻ്റായിട്ട് ഒരു ജോലിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ജോലിയിൽ നിന്നിൻ്റെ ഭാഗമായിട്ട് സാലറിയിൽ നിന്ന് നിങ്ങളുടെ ടാക്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ HMRCയിലേക്ക് പേ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ യു കെയിൽ നിന്ന് പെർമനൻ്റായിട്ടാണ് ലീവ് ചെയ്യുകയാണ്. ഇനി അടുത്ത ഒരു 2-3 വർഷത്തേക്ക് യു കെയിലേക്ക് തിരിച്ച് വരാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ടാക്സ് റീഫണ്ടിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. HMRCയുടെ അല്ലെങ്കിൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ P85 എന്ന് പറയുന്നൊരു ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ HMRC അതിൻ്റെ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് നടത്തി എത്രയാണ് നിങ്ങളുടെ ടാക്സ് റീഫണ്ട് എന്ന് പറയുകയും ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇത് ലീഗലായിട്ട് HMRC അലൗ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അതുകൊണ്ടാണ് P85 എന്ന് പറയുന്ന ഫോം വെച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞുതരാം. HMRCയുടെ ടാക്സ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ ബേസിസ് ആണ്. സാധാരണ എല്ലാ വർഷവും ഏപ്രിൽ തൊട്ട് മാർച്ച് വരെയാണ് അവർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഏപ്രിൽ മാസത്തിൽ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഒരു മന്ത്ലി സാലറി ബേസ് ചെയ്തിട്ട് HMRC നിങ്ങളുടെ ഒരു ആനുവൽ ടാക്സ് അവർ ഒരു കാൽക്കുലേഷൻ ചെയ്യും. അത് പ്രകാരമായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എല്ലാ മാസവും നിങ്ങളുടെ സാലറിയിൽ നിന്ന് ടാക്സ് പിടിക്കുന്നത്. എന്നാൽ വർഷാവസാനം മാർച്ച് എൻഡ് ആകുമ്പോഴത്തേക്കും ആ ഒരു വർഷം നിങ്ങൾ പേ ചെയ്ത ടാക്സും നിങ്ങളുടെ ടോട്ടൽ ഇൻകവുമായിട്ട് HMRC അസസ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓവറായിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് ടാക്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ടാക്സിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യുകയോ ഇനി അതല്ലെങ്കിൽ ആ ഒരു ടാക്സ് എമൗണ്ട് നിങ്ങൾക്ക് ചെക്കായിട്ട് റീഫണ്ട് കിട്ടുകയോ ചെയ്യും. സാധാരണ അതിൽ നിങ്ങൾക്ക് HMRCയിൽ നിന്ന് ഇതിലൊരു കാൽക്കുലേഷൻ ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരാറുണ്ട്. HMRC എല്ലാവർക്കും തന്നെ ഇയർ എൻഡിങ്ങിൽ അല്ലെങ്കിൽ ഫോളോയിങ് അതിനകത്ത് അയക്കാറുണ്ട്. അപ്പം നിങ്ങൾ ലീവ് ചെയ്ത വർഷം നിങ്ങൾ ഇതേപോലെ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പേ ചെയ്ത ടാക്സ് ഓവർ ആണെങ്കിൽ ആ ഒരു ടാക്സ് നിങ്ങൾക്ക് റീക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു P85 ഫോം ഫില്ല് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ P45 ഉണ്ടായിരിക്കണം. നിങ്ങൾ എംപ്ലോയർ അടുത്ത് നിന്ന് ലാസ്റ്റ് ജോലി റിസൈൻ ചെയ്ത് റിലീവ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയർ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് P45 എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള 1-2 ഇൻഫർമേഷൻസ് ഈ ഫോമിനകത്ത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് റീഫണ്ട് കിട്ടും. നിങ്ങളുടെ വിദേശത്തെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന ഒരാളുടെ അക്കൗണ്ടിലേക്കും ഈ ടാക്സ് റീഫണ്ട് കിട്ടാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് യു കെയിൽ നിന്ന് ലീവ് ചെയ്തവരാണ് എങ്കിൽ ദയവ് ചെയ്ത് ഈ ഓപ്ഷൻ ട്രൈ ചെയ്യുക. ഒരു പക്ഷേ കുറച്ച് പൈസ കിട്ടും. കാരണം ഞങ്ങളുടെ ഇവിടുന്ന് ഞങ്ങളുടെ അക്കൗണ്ടൻറ്റ് ഈ കാര്യങ്ങൾ കുറച്ച് പേർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവർക്കൊക്കെ ടാക്സ് റീഫണ്ട് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാനിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ അക്കൗണ്ടൻറ്റ് നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. പുള്ളിയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി നിങ്ങൾ അതിന് വേണ്ട സപ്പോർട്ടുകളും കാര്യങ്ങളും തരും. താങ്ക് യു സോ മച്ച്.